വെടിവെച്ച് കൊന്ന വ്യക്തിയുടെ ശരീരം ഭക്ഷിക്കാൻ കൊച്ചു കുട്ടികളെ ഭീഷണിപ്പെടുത്തുക, അവരെ കൊണ്ട് അത് കഴിപ്പിക്കുക. ഫുലാനി എത്നിക് മിലീഷ്യയുടെ റിജാന ഫോറസ്റ്റ് ക്യാമ്പാണ് നിർബന്ധിതമായി നരഭോജനം നടത്താൻ ക്രൈസ്തവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നൈജീരിയയിലെ പ്രധാന കേന്ദ്രം. നൈജീരിയയിൽ ക്രൈസ്തവർ അനുഭവിക്കുന്ന മതപീഡനങ്ങളുടെയും ഫുലാനി തീവ്രവാദത്തിന്റെയും പുതിയ അധ്യായമാണ് റിജാന ഫോറസ്റ്റ് ക്യാമ്പ്. കഡുന സ്റ്റേറ്റിലെ കജൂറി കൗണ്ടിയിലെ ക്രൈസ്തവ ഗ്രാമത്തിലേക്ക് ഫുലാനികൾ ചീറിപ്പാഞ്ഞു വന്നത്. ആയുധധാരികളായ 20 പേരായിരുന്നു ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവർ തോക്കിൻ മുനയിൽ നിർത്തി സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി കടത്തിക്കൊണ്ടുപോയത് കഡുന സംസ്ഥാനത്തെ റിജാന ഫോറസ്റ്റ് ക്യാമ്പിലേക്കായിരുന്നു. 15 പേരായിരുന്നു ഇരകളാക്കപ്പെട്ടവർ. ക്യാമ്പിലെത്തിച്ചപാടെ തീവ്രവാദികൾ ക്രൈസ്തവർക്ക് നേരെ പീഡന പർവം ആരംഭിച്ചു എന്നാണ് രക്ഷപ്പെട്ടവരിൽ ഒരാളായ മേരി പാട്രിക് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മുളവടി ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. അക്രമികൾ ബന്ദികളുടെ കാലുകൾ തല്ലിയൊടിച്ചു. ബന്ദികളെ സ്ത്രീകളെന്നും പുരുഷന്മാരെന്നും വേർതിരിച്ചതിനു ശേഷം പുരുഷന്മാരുടെ കൈകാലുകൾ സൈക്കിൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അത്രയും അവർ അങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത്. 1 മാസം കഴിഞ്ഞിട്ടും തങ്ങൾ ആവശ്യപ്പെട്ട വിധത്തിലുള്ള മോചനദ്രവ്യം കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഒരു ബന്ദിയെ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ശേഷം വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. തുടർന്ന് കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കാൻ കുട്ടികളായ ബന്ദികളെ നിർബന്ധിച്ചതായിരുന്നു. കുട്ടികളിൽ ചിലർക്ക് അതിന് ഭയം മൂലം സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ മനുഷ്യമാംസം കഴിച്ച കുട്ടി ഇപ്പോൾ ഗുരുതരമായ ശാരീരിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും മേരി പാട്രിക് ട്രൂത്ത് നൈജീരിയയോട് പറഞ്ഞു. മോചനദ്രവ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ഇരകളോടുള്ള തീവ്രവാദികളുടെ ക്രൂരതകൾ രൂക്ഷമാകുന്നത്. മൂത്ര വിസർജനത്തിനുള്ള സൗകര്യം നൽകണമെന്ന ചങ്ങലകളാൽ ബന്ദികളാക്കപ്പെട്ട ഇരകളുടെ അപേക്ഷ നിരസിക്കപ്പെട്ടപ്പോൾ അവർ അറിയാതെ മൂത്രമൊഴിച്ചു പോയതിന് ഒരുവളുടെ കാലുകൾ തല്ലി ഒടിക്കപ്പെട്ടതാണ് മറ്റൊരു ക്രൂരത. ഇനി ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത വിധം വേറൊരു സ്ത്രീയുടെ കാലുകൾ ജീവനോടെ മുറിച്ചുമാറ്റി. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ക്രൂരതകളാണ് ഫോറസ്റ്റ് ക്യാമ്പുകളിൽ ക്രൈസ്തവർ അനുഭവിക്കേണ്ടി വരുന്നത്. ക്രൈസ്തവ വംശഹത്യയാണ് നൈജീരിയയിൽ നടക്കുന്നത് എന്ന വാർത്ത പുറത്തു വരാതിരിക്കാൻ മാത്രമായി മില്യൺ കണക്കിന് ഡോളറാണ് നൈജീരിയ ചെലവഴിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പട്ടിണിയുടെയും ശാരീരിക പീഡനങ്ങളുടെയും മാത്രമല്ല, നിർബന്ധിതമായ നരഭോജനത്തിന്റെയും തടവറയിൽ നിന്ന് ഏപ്രിൽ 30 ശേഷിക്കുന്നവർ മോചിതരായിരിക്കുന്നു. 11 സ്ത്രീകളും കുട്ടികളും. 118 ദിവസം നീണ്ടുനിന്ന നരകയാതനകൾക്കൊടുവിലാണ് മോചനത്തിന്റെ പ്രഭാത രശ്മികൾ അവരുടെ ജീവിതത്തിന്റെ ഇരുട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. 1400ഓളം ക്രൈസ്തവർ റിജാന ഫോറസ്റ്റ് ക്യാമ്പുകളിൽ ബന്ദികളായി കഴിയുന്നുണ്ട്. ഇവിടെ പറഞ്ഞതിനേക്കാൾ ക്രൂരമായ പീഡനങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷികളായി.